إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അവന് ഏറെ ആവേശം നൽകുന്ന, അവന്റെ ഈമാനിൽ സിയാദത്ത് വർധനവ് നൽകുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഹജ്ജ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരുപാട് നിമിഷങ്ങളാണ് ഹജ്ജിന്റെ ദിനരാത്രങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇതുവരെ അറഫയിൽ ഒരുമിച്ച് കൂടാത്ത, ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഓരോ വിശ്വാസിയുടെയും അവന്റെ ഉള്ളിലുള്ള വലിയ ഒരു തേട്ടമാണ്, വലിയ ഒരു ആഗ്രഹം കൂടെയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഒരുപാട് വൈകാരികമായ നിമിഷങ്ങളും സന്ദർഭങ്ങളുമെല്ലാം ഓരോ വർഷത്തെ ഹജ്ജ് കഴിയുമ്പോഴും വിശ്വാസിക്ക് കാണാനും കേൾക്കാനും എല്ലാം സാധിക്കാറുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവിടുത്തെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഓരോ ഹാജിയും ഓരോ മുഅ്മിനും മുസ്ലിമുമായിട്ടുള്ള ആളുകൾ ആ മക്കയിലേക്ക്, ആ അറഫയിലേക്ക് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഹാജിയും അവന്റെ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ തന്നെ ഹജ്ജിലുടനീളവും അവൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടിതാ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് ഒരുപാട് സന്ദേശങ്ങൾ മാലോകർക്ക് നൽകുവാനുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായത് അത് തൗഹീദ് തന്നെയാണ്, മറ്റൊന്നുമല്ല. നമുക്ക് കാണാം, തൽബിയത്തിന്റെ രണ്ടാമത്തെ പാർട്ടിൽ ഓരോ ഹാജിയും പ്രഖ്യാപിക്കുന്നത് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. വീണ്ടും ആവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും, ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് ഓരോ ഹാജിയും ഹജ്ജിലുടനീളം പ്രഖ്യാപിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരേക്കും തൗഹീദാണ് ഓരോ ഹാജിമാരും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ഒരു നിമിഷം പോലും
ഹജ്ജിൽ ഒരിക്കലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഹജ്ജിലുടനീളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമായി ഇറക്കുകയാണ് എങ്കിൽ എവിടെയും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഹജ്ജിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുമ്പോ ശൈത്താൻ വന്നപ്പോ അവനെ എറിഞ്ഞ് ഓടിച്ചതിന്റെ സ്മരണയാണ് ജംറകളിൽ എറിയുമ്പോൾ ഓരോ മുഅ്മിനും, ഓരോ ഹാജിയും, ഓരോ മുസ്ലിമും അത് നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഹാജർ റളിയല്ലാഹു തആല സഫാ മർവക്കിടയിൽ സഹായവും അന്വേഷിച്ചുകൊണ്ട് ഓടിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ മുഅ്മിനും സഫാ മർവക്കിടയിലൂടെ സഅയ് ചെയ്തുകൊണ്ട്. അവിടെയും ഹാജർ റളിയല്ലാഹു തആലയെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. ഹജ്ജിലുടനീളം ഓരോ വിശ്വാസിയും അവൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ തൗഹീദ് തന്നെയാണ്, മറ്റൊന്നുമല്ല. ഹജ്ജിലുടനീളം തൗഹീദാണ്. അല്ലാഹുവേ, നിന്നോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ അർഹനായിട്ടുള്ളത്, അല്ലാഹുവേ നീ മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത് എന്നുള്ള പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഹജ്ജിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന പ്രതിഫലങ്ങൾ വമ്പിച്ച പ്രതിഫലങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും, ഫഇന്നക ഇദാ ഖറജ്ത മിൻ ബൈതിക തഉമ്മുൽ ബൈത്തൽ ഹറാം ലാ തളഉ നാഖതുക ഖുഫൻ വലാ തർഫഉഹു ഇല്ലാ കതബല്ലാഹു ലക ബിഹി ഹസനതൻ വമഹ അൻക ഖതീഅതൻ. നീ മസ്ജിദുൽ ഹറമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീ പുറപ്പെടുകയാണെങ്കിൽ നിന്റെ ഒട്ടകത്തിന്റെ ഓരോ ചവിട്ടടി വെക്കുമ്പോഴും അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ആ ഒരു ചവിട്ടടിക്ക് നിന്റെ ഒരു തിന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, നിനക്കൊരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഓരോ ചവിട്ടടിക്കും ഒരു ഹാജിക്ക് അവൻക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ തിന്മയെ മായ്ച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ അവനക്ക് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി കൊടുക്കുകയും ചെയ്യുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അമ്മാ റകഅതാക ബഅദ ത്വവാഫി കഇത്കി റഖബത്തിൻ മിൻ ബനി ഇസ്മാഈൽ. ബനു ഇസ്മായിൽപ്പെട്ട ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട ഓരോരുത്തരെയും മോചിപ്പിച്ച ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് ഒരു മനുഷ്യന് അവന്റെ തവാഫ് കഴിഞ്ഞുള്ള 2 റക്അത്തുകൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, വഅമ്മാ തവാഫുക ബിസ്സഫാ വൽ മർവ കഇത്കി 70 റഖബ. ഒരു മനുഷ്യൻ സഫാ മർവക്കിടയിൽ സഈ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് ലഭിക്കുന്നത് 70 അടിമകളെ, ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട 70 അടിമകളെ മോചിപ്പിച്ചാൽ എന്ത് പ്രതിഫലമാണോ ആ മനുഷ്യന് ലഭിക്കുക, ആ പ്രതിഫലമാണ് അവന് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു അടിമയെ മോചിപ്പിക്കാൻ തന്നെ ലക്ഷങ്ങളും കോടികളും ആവശ്യമുണ്ടാവും. അപ്പോ 70 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഒരു മനുഷ്യന് സഫാ മർവക്കിടയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വഅമ്മാ വഖൂഫുക അശിയ്യത അറഫ ഫഇന്ന അല്ലാഹ യഹ്ബിതു ഇലാ സമാഇ ദുനിയ ഫയുബാഹി ബികുമുൽ മലായിക. എന്നാൽ നീ അറഫയിൽ നിൽക്കുന്ന വൈകുന്നേരം ഉണ്ടല്ലോ, അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും മാത്രമല്ല മലക്കുകളോട് അഭിമാനം കൊള്ളുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കും, ഇബാദി ജാഊനി ശുഅസൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് യർജൂന റഹ്മതി. എന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ വഴികളിൽ നിന്നും എന്നിലേക്ക് പൊടി പിടിച്ചവരായിക്കൊണ്ട് എന്റെ അടിയാറുകൾ വന്നെത്തിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പ്രഖ്യാപിക്കും, ഫലൗ കാനത് ദുനൂബുകും കഅദദിർ റംലി ഔ കഖത്രിൽ മത്രി ഔ കസബദിൽ ബഹ്രി ലഗഫർതുഹാ. നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ പാപങ്ങൾ അത് മണൽത്തരിയോളം ഉണ്ട് എങ്കിലും, അതുപോലെ തന്നെ മഴത്തുള്ളിയോളം ഉണ്ട് എങ്കിലും, അതുപോലെ തന്നെ കടലിലെ നുരയോളം നിങ്ങളുടെ തിന്മകൾ നിങ്ങൾക്കുണ്ട് എങ്കിലും
ലഗഫർതുഹാ, അതെല്ലാം ഞാൻ പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന ദിവസവും കൂടെയാണ് അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ഹാജിക്ക് ലഭിക്കുന്ന, ഒരു ഹജ്ജ് കർമ്മത്തിന് മുതിരുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അവിടുന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും, അമ്മാ റമ്യുകൽ ജിമാറ ഫലക ബികുല്ലി ഹസാത്തിൻ റമൈതഹാ തക്ഫീറു കബീറത്തിൻ മിനൽ മൂബിഖാത്തി. നീ ജംറകളിൽ എറിയുന്ന ഓരോ കല്ലുകൾക്കും നിന്റെ ജീവിതത്തിൽ ചെയ്ത വൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തിരുന്നു. ഓരോ ഏറിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തിരുന്ന ചെറുദോഷങ്ങളല്ല, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജംറകൾ എറിയുന്ന വേളയിൽ അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വഅമ്മാ നഹ്റുക ഫമദ്ഖൂറുൻ ലക ഇൻദ റബ്ബിക്. നിന്റെ ബലികർമ്മം ഉണ്ടല്ലോ, ആ ബലികർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് നിനക്കൊരു സൂക്ഷിപ്പ് സ്വത്തായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, അമ്മാ ഹിലാഖുക റഅസക ഫലക ബികുല്ലി ശഅറത്തിൻ ഹലഖ്തഹാ ഹസന വതുംഹാ അൻക ബിഹാ ഖതീഅ. നീ നിന്റെ തലമുടി വടിച്ചു കളയുന്ന സന്ദർഭത്തിൽ നിന്റെ ഓരോ മുടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നൽകും. മാത്രമല്ല ഓരോ മുടിക്കും കണക്കിനായിക്കൊണ്ട് നിന്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കുകയും ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അവിടുന്ന് പറയാണ്, വഅമ്മാ തവാഫുക ബിൽ ബൈത്തി ബഅദ ദാലിക ഫഇന്നക തതൂഫു വലാ ദംബ ലക. പിന്നീട് തവാഫുൽ വിദാ ചെയ്യുന്ന സന്ദർഭത്തിൽ, മക്കയോട് വിട പറയുമ്പോൾ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നീ തവാഫ് ചെയ്യുന്നത് നിന്റെ ശരീരത്തിൽ, നിന്റെ നഫ്സിൽ ഒരു തിന്മയും അവശേഷിക്കാത്തവനായിക്കൊണ്ടാണ് നീ തവാഫ് ചെയ്യുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു, യഅതി മലകുൻ ഹത്താ യളഅ യദൈഹി ബൈന കതിഫൈക ഫയഖൂലു ഇഅമൽ ഫീമാ തസ്തഖ്ബിൽ ഫഖദ് ഗുഫിറ ലക മാ മളാ. എല്ലാം കഴിഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു മലക്ക് വരും. ആ മലക്കിന്റെ രണ്ട് കൈകൾ ഓരോ ഹാജിയുടെയും തോളിലേക്ക് വെക്കുകയും ആ മലക്ക് പറയും, ഇഅമൽ ഫീമാ തസ്തഖ്ബിൽ, ഭാവിയിലേക്ക് നീ പ്രവർത്തിച്ചു കൊള്ളുക. എന്നിട്ട് പറഞ്ഞു, ഫഖദ് ഗുഫിറ ലക മാ മളാ, നീ മുൻകഴിഞ്ഞ എന്തെല്ലാം തിന്മകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് മലക്ക് പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഹാജിക്കും നൽകുന്നുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഇപ്പോഴും ഹജ്ജ് ചെയ്യാത്തവരുണ്ട്, കഴിഞ്ഞിട്ടും കഴിവുണ്ടായിട്ടും ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഫലങ്ങളെല്ലാം കേട്ടിട്ടും അവന് ചെയ്യാൻ അത് തോന്നുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ വലിയ ദൗർഭാഗ്യവാനാണെന്ന് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ പ്രതിഫലങ്ങൾ പരാമർശിക്കപ്പെട്ട ഒരു കർമ്മമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇല്ല, നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ പ്രതിഫലമാണ് ഒരു ഹാജിക്ക് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ ഈ വർഷം എന്തായാലും നമുക്ക് ഇനി ചാൻസ് ഇല്ല, ഇനി അടുത്ത വർഷത്തേക്ക് പ്രിയപ്പെട്ടവർ അതിന് മുന്നൊരുങ്ങി ചെയ്യാനുണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്ത് ഹജ്ജിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണമെന്നും കൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി നമുക്ക് അവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യൗമു അറഫയിലാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത് ഈദുൽ അദ്ഹയുടെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഅ്ളമായ ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ ആ 10 ദിവസങ്ങളിൽ ഏറ്റവും ആഴമായ ദിവസം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹർ, അത് ബലിയറുക്കുന്ന ബലിപെരുന്നാൾ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അവിടുന്ന് പറഞ്ഞു സുമ്മ യൗമുൽ ഖർൻ, പിന്നീട് അതിന് ശേഷം വരുന്ന 11ാമത്തെ ദിവസമാണ് എന്നും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിൽ
ചില കാര്യങ്ങൾ, ചില സുന്നത്തുകൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ആ ദിവസത്തിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പെരുന്നാളിൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടത്. ആ സന്ദർഭത്തിൽ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനിഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശദ്ദിഹി വ ശദ്ദി മാ സുനിഅ ലഹു. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ വസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ, പുതുവസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മൽബസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ എന്ന പ്രാർത്ഥനയും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുളിച്ചുകൊണ്ട് സുഗന്ധം പൂശിക്കൊണ്ടും ഒക്കെ ആയിരിക്കണം നമ്മൾ ഈദ്ഗാഹിലേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ വേണം നമ്മൾ ഓരോരുത്തരും ഈദിന്റെ മുസല്ലയിലേക്ക്, അതായത് ബലിപെരുന്നാളാണെങ്കിൽ അവിടെ ഒന്നും കഴിക്കാതെയാണ്, എന്നാൽ ഈദുൽ ഫിത്ർ ആണ് എങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും കഴിച്ച് നോമ്പ് പൂർത്തിയായിട്ടുണ്ട് എന്നറിയിക്കുന്ന രൂപത്തിലാണ് നമ്മൾ വരേണ്ടത്. നാളെ നമ്മൾ വരേണ്ടത് ഒന്നും കഴിക്കാതെ, കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ബലിയറുത്ത മാംസത്തിന്റെ ഭക്ഷണം കൊണ്ടായിരിക്കണം അന്നേ ദിവസം ആദ്യം തുടങ്ങേണ്ടത്. അന്നേ ദിവസം തന്നെ ബലിയറുക്കുന്നവരുണ്ട് എങ്കിൽ ആ മാംസത്തിൽ നിന്ന് തന്നെ ഭക്ഷിക്കാനും വേണ്ടി അവൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ നടന്നു വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ദൂരത്ത് നിന്ന് വരുന്ന ആളാണെങ്കിൽ കുറച്ചപ്പുറത്ത് വാഹനം നിർത്താൻ സൗകര്യമുണ്ട് എങ്കിൽ അവിടെ വാഹനം നിർത്തി ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ മസ്ജിദിലേക്ക് നടന്നുകൊണ്ട് വരാൻ എന്ത് ചെയ്യുക? ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളെയും കൂടി ഈദ്ഗാഹിന്റെ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അവരോട് പ്രത്യേകം വരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവർ നിസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ട് ഈദിന്റെ ഖുതുബ കേൾക്കണമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവരെങ്ങനെ അടുക്കളയിൽ ആ ദിവസത്തിൽ എല്ലാ അടുക്കളയിലെ ജോലിയുമായി കൊണ്ട് ജോലിയിലാക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. അവരെയും കൂടെ പങ്കെടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അന്നേ ദിവസം തന്നെ അറവ് നടത്താൻ കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ അറവ് നടത്തുക. ഇത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ ആ ഒരു ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.